അയ്യൻ. നമ്മളിപ്പോൾ അടുത്ത് ഒരു സംഭവം കേട്ടു. ഈ വംശീയ അധിക്ഷേപം ഫലമായിട്ട് ഒരു ഡോക്ടറിന് പഠിക്കുന്ന കുട്ടി, ഒരു പറയക്കുട്ടി ആത്മഹത്യ ചെയ്തു. ഇ- ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുകയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിനെ ബോധവൽക്കരിക്കാൻ ആരും മുന്നോട്ട് വരുന്നുമില്ല. ഇതിന് വലിയ പ്രാധാന്യം കൽപ്പിച്ച് ശിക്ഷാ നടപടികൾ ഉണ്ടാക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വെറും പറച്ചിലിൽ ഇത് ചെയ്യുന്നതാണ്. ഇപ്പോൾ പണ്ട് നമ്മൾ ഈ ഇന്ത്യക്കാരെന്ന് കേട്ട് കഴിഞ്ഞാൽ വംശീയ അധിക്ഷേപം എന്നുള്ളൊരു പേരിൽ നമ്മൾ ഇന്ത്യക്കാരെ അമേരിക്കക്കാർ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ, ബുദ്ധിയുള്ള ഒരു അതിനെ ഇത് ചെയ്തിരുന്നു. കാരണം ഇന്ത്യ എന്ന് പേര് കേട്ടാൽ തിളയ്ക്കണം ഞരമ്പുകളിൽ. അപ്പോൾ അതിൽ അഭിമാനം കൊള്ളണം. ഇന്ത്യക്കാരനെന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ നമ്മൾ അഭിമാനം കൊള്ളണം. കാരണം അത്രയും സംസ്കൃതികളും വളരെ ഇത് കൂടുതൽ ആഴത്തിലുള്ള ഭഗവത്ഗീതയുടെ വലിയ വലിയ ആശയങ്ങളുടെ ഒരു നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ. അപ്പം ഇത് പണ്ടേ എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരു സ്കൂളിൽ മാഷന്മാർ ഇതിനെ പറ്റി പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ബോധവൽക്കരിക്കുന്ന രീതിയിൽ ഇന്ന് കുട്ടികൾ ബോധവൽക്കരിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന മെയിൻ കാരണം. ഇപ്പം ഞങ്ങളുടെ പിണറായിയുടെ ഭരണത്തിന് ശേഷം ഒരാൾ വന്നിട്ട്, ആദ്യത്തെ ഭരണത്തിൽ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളെ പല ഇന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് അധിക്ഷേപമാണ്, ഞങ്ങൾ കേസ് കൊടുക്കും, നിങ്ങൾക്ക് ജയിലിൽ പോയി കിടക്കാം. മനസ്സിലായേ? അപ്പോൾ ഈ തരത്തിലാണ് ഒന്ന് സംസാരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ കഥ ഫസ്റ്റ് പറഞ്ഞു, ഇത് നേരിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാകും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഈ പണ്ട് അമേരിക്കയിൽ ഇന്ത്യക്കാർക്ക് ഒരു വംശീയ അധിക്ഷേപം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ കഥ പറഞ്ഞിട്ട് ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, പുലയനെന്ന് പേര് കേട്ടാൽ തിളയ്ക്കണം ഞരമ്പുകളിൽ. ഇത് കേട്ട വഴി ഞങ്ങളുടെ വീട്ടിൽ തെങ്ങ് കയറുന്ന ഒരാളുടെ ചേട്ടനുണ്ട്, അത് കേട്ട് നിൽക്കണ്ടായിരുന്നു. കിഷോർ, ഇത് അടിപൊളിയുണ്ട്, സൂപ്പറാണ്. ഇത് കേട്ട് പറഞ്ഞ ആൾ പിന്നെ മിണ്ടാണ്ട് അവിടുന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയല്ല കാര്യങ്ങളെ വീക്ഷിക്കേണ്ടത്. ഇങ്ങനെ പല ആൾക്കാരും ഇതിനെ വലിയ പൊക്കി പിടിച്ച് ഇതിനെ വലിയൊരു ഇതാക്കുകയാണ്. പണ്ട് സ്ത്രീധനം നിരോധിക്കുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ പൊക്കി പിടിച്ചു. പക്ഷേ അന്നും ഞാൻ 12ാം ക്ലാസ്സിലെ യൂത്തിൽ പറഞ്ഞത്, സ്ത്രീധനം സ്ത്രീയുടെ ധനമല്ലേ, അത് അവൾക്ക് അവകാശപ്പെട്ടതല്ലേ, അവളെ ഇത് നിഷേധിക്കുന്ന എന്തിനാന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് പണ്ട്. അപ്പോഴും അവിടെ ഞാൻ എൻ്റെ അഭിപ്രായത്തിന് കുറേ പേര് യോജിച്ചു, പെൺകുട്ടികളാണ് കൂടുതൽ യോജിച്ചത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ തിരിച്ചറിവ് അവർക്ക് കൊടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. അപ്പോൾ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഗ്രഹിക്കും. ഇപ്പോൾ ഈ ആൾക്ക് മരിക്കേണ്ട ആവശ്യം എന്താ? ഇത്രയും ദുർബലമായ മനസ്സുള്ള ആൾക്കാരാണ് കൊഴിഞ്ഞു പോകുന്നത്. നമ്മുടെ പ്രകൃതിയെ ഒരു പക്ഷെ അങ്ങനെ സംവിധാനം ചെയ്തിരിക്കും. കാരണം ദുർബലമായ മനസ്സുള്ളവർ ഇതുകൊണ്ട്. അപ്പോൾ ഈ ഇല്ലാത്ത ആൾക്കാർ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ സമൂഹത്തിൽ ഏറ്റവും ദുർബലമായ, ഇതിനൊക്കെ അതിജീവിച്ച് കടന്നു വരുന്നവനാണ് ഏറ്റവും ഇത്. പിന്നെ പഠിപ്പിൽ കുറേ കാണാപ്പാടം പഠിച്ച് കമ്പ്യൂട്ടർ അവസ്ഥയിൽ ഉള്ള ആൾക്കാരെയല്ല നമുക്ക് സമൂഹത്തിൽ വേണ്ടത്. കാരണം ഇതിനെ അതിജീവിച്ച് കടന്നു വരാൻ കഴിവുള്ളവരെയാണ് വേണ്ടത്. അത് ഒരുപക്ഷെ പ്രകൃതിയുടെ ഇതിന്. ഇപ്പം ഇതിനെ നിയമം ഇതിനെ തടയാനല്ല വേണ്ടത്. ഇതിനെ എങ്ങനെ അതവർ നമ്മൾ കീഴടങ്ങുന്ന സമയത്ത്, നമ്മളിപ്പോൾ നാർസിസിസ്റ്റ് സ്വഭാവം ഇത് തന്നെ അവരെ ഇത് ചെയ്യുന്ന സമയത്ത് ഈ സ്വഭാവമുള്ള വ്യക്തികളാണ് ഇങ്ങനെ അതിശയം കൂടുതൽ നടത്തുന്നത്. അവരിലുള്ള ഈ വ്യക്തികളിലുണ്ട് അത്. മനസ്സിലായി? അവരെ ശ്രദ്ധിക്കാണ്ടിരുന്നാൽ നമ്മൾ പോസിറ്റീവായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർ തളരും. മനസ്സിലായോ? അപ്പോൾ ഇതിന് കേസെടുക്കാനൊന്നും പോകേണ്ട ഒരാവശ്യമില്ല. ദേവോദ്രവം ഇത് ഉണ്ടെങ്കിൽ മാത്രമേ കുഴപ്പമുള്ളൂ. നമ്മളതിന് തളരാനൊന്നും ഇത് ചെയ്യണ്ട.
ദേഹോദരത്തിലേക്ക് പോയി മാത്രമാണ് നിയമത്തിൽ ഇത് ഉള്ളത്. നമ്മൾ വാക്കാൽ ഒരാളെ ഇത് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അത് വക വയ്ക്കരുത്. അപ്പം ഞാൻ അന്ന് ഇവരോട് ചോദിച്ചു, എന്നെ നെയ്യൻ എന്ന് പറഞ്ഞ പേര് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യണത്? ഞാൻ അഭിമാനിക്കണം എൻ്റെ വീട്ടുപേരിൽ ഞാൻ അഭിമാനം കൊള്ളാണ് ഞാൻ വേണ്ടത്, മനസ്സിലായോ? അപ്പോൾ അതാണ് അതിൽ നിന്ന് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ.